ജപാകുസുമസങ്കാശം കാശ്യപേയം മഹാദ്യുതിം തമോഘ്നം സർവപാപഘ്നം ഭാസ്കരം പ്രണമാമ്യഹം. ഞാൻ ഭാസ്കരനെ പ്രണമിക്കുന്നു. സർവപാപഹരം, എല്ലാ പാപങ്ങളെയും നശിപ്പിക്കുന്ന, തമസ്സിനെ, ഇരുട്ടിനെ അകറ്റുന്ന, ഇരുട്ടിനെ നശിപ്പിക്കുന്ന ആ ഭാസ്കരനെ ഞാൻ പ്രണമിക്കുന്നു. കശ്യപഗോത്രത്തിൽ പെട്ട ആ മഹത്തായ ആ തേജസ്സിനെ ഞാൻ ആരാധിക്കുന്നു. നവഗ്രഹത്തിലെ ആദ്യത്തെ ശ്ലോകമാകുന്നു. പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുകയാണ്. സൂര്യൻ മിഥുന രാശിയിൽ പ്രവേശിക്കുന്നു. മിഥുനൻ രാശിയിലേക്കുള്ള സൂര്യൻ്റെ പ്രയാണം ഏതെല്ലാം രീതിയിൽ, ഏതെല്ലാം രാശിക്കാർക്ക് ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. ഏതായാലും സൂര്യൻ മിഥുന രാശിയിലേക്ക് വന്നു. സൂര്യനെ സംബന്ധിച്ചിടത്തോളം മിഥുനൻ രാശിയുടെ അധിപനായ ബുധൻ സമശശിസുത, ശശിപുത്രനായ ബുധൻ സമനാണ്. പക്ഷെ ബുധനെ സംബന്ധിച്ചോളം സമത്വമല്ല. ഏതായാലും ഈ ശുക്രൻ മിഥുന രാശിയിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ ജ്യോതിഷികൾക്കൊക്കെ വളരെ നല്ല ഫലങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. വിദ്യാ ജ്യോതിഷ വിത്തവാൻ ഭാനു കുളീരസ്ഥിതേ. വിദ്യാ ജ്യോതിഷ വിത്തവാൻ, വിദ്യയും ജ്യോതിഷവും ധനവും ഉണ്ടാകും. കുളീര ഭാനവും, ഭാനു സൂര്യൻ മിഥുന രാശിയിൽ നിൽക്കുമ്പോൾ ഏതായാലും നല്ല ഫലമാണ്. ഇവിടെ നാം ശ്രദ്ധിക്കുക, മേടം മുതൽ മീനം രാശി വരെയുള്ള 12 രാശിക്കാർക്കും ഈ സൂര്യൻ്റെ ചാരവശാലുള്ള പ്രയാണം എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയം. ഏതായാലും ഈ സൂര്യൻ കഴിഞ്ഞ 1 മാസക്കാലമായി 32 ദിവസമായി ഇടവൻ രാശിയിലായിരുന്നു, ശത്രുക്ഷേത്രത്തിലാണ്. വിശേഷിച്ച് ശുഭഫലങ്ങളൊന്നും ആ സൂര്യൻ ചെയ്യില്ല. അതുമായി കമ്പയർ ചെയ്യുമ്പോൾ, താരതമ്യം ചെയ്യുമ്പോൾ മിഥുന രാശിയിലെ സൂര്യൻ വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യും. ചില രാശിക്കാർക്ക് ബുദ്ധിമുട്ടുമുണ്ടാക്കും. ഉദാഹരണമായി എൻ്റെ രാശി വൃശ്ചികൻ രാശിയാണ്, തൃക്കേട്ട നക്ഷത്രമാണ്. എനിക്ക് കർമ്മമേഖലയിലും അല്ലെങ്കിൽ രാജകോപം ഉണ്ടാകേണ്ടുന്ന ഏറ്റവും മോശപ്പെട്ടൊരു മാസമാണ് ഇപ്പം നടക്കുന്നത്. കാരണം വൃശ്ചികൻ രാശിക്കാർക്ക് സൂര്യൻ അഷ്ടമഭാവത്തിൽ 8ാം ഭാവത്തിൽ നിൽക്കുന്നു. അത് വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചോളം അവരുടെ കർമാധിപനാണ്. കർമാധിപനായ ബുധൻ വളരെ ദുർബലമായി 8ൽ നിൽക്കുന്നു. അതിനാൽ ഞാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. വൃശ്ചികൻ രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സവിസ്തരം നമുക്ക് ചർച്ചയിലേക്ക് വരാം. മൂലം, പുരാടം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ ധനുരാശിക്കാർക്ക് സൂര്യൻ 9ാം ഭാവാധിപനാണ്, ഭാഗ്യാധിപനാണ്. 7ാം ഭാവത്തിൽ സൂര്യൻ വന്നാൽ പറഞ്ഞ ഫലം എന്താണ്? വരാഹമിഹിർ ആചാര്യൻ സ്ത്രീവിർഗത പരിഭവം, സ്ത്രീകൾക്ക് പരിഭവം ഉണ്ടാക്കുമെന്ന ഫലമാണ് പറയുന്നത്. 7ൽ സൂര്യൻ വരുമ്പോൾ വളരെയധികം പരിഭവങ്ങൾ സ്ത്രീ വിഷയത്തിലായാൽ, അന്യസ്ത്രീകളായാലും ഭാര്യയായാലും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരും. ചമത്കാരി തമ്മിൽ എന്ത് പറഞ്ഞിരിക്കുന്നു? ദ്യുനാഥോ യഥാ ദ്യൂന യാദോ നരസ്യ പ്രിയാതാപനം പിണ്ടപീഡാച ചിന്ത. 7ാം ഭാവത്തിൽ സൂര്യൻ വരുമ്പോൾ പ്രിയാതാപനം, തൻ്റെ പ്രിയപ്പെട്ടവൾക്ക് ഭാര്യയ്ക്ക് താപനം, ദുഃഖമുണ്ടാകും, താപമുണ്ടാകും, ദുഃഖമുണ്ടാകും. ഭവേ തുച്ഛലബ്ധിർ ക്രയ വിക്രയബി, വ്യാപാരത്തിൽ വാങ്ങൽ കൊടുക്കൽ കർമ്മങ്ങൾക്ക് തുച്ഛമായ ലാഭം മാത്രമേ കിട്ടുകയുള്ളൂ. വളരെയധികം വ്യാപാരത്തിൽ നഷ്ടങ്ങൾ സംഭവിക്കാം. പ്രതിസ്പർദ്ധയാ നെയ്തി നിദ്രാംഗതാജിന്, തൻ്റെ ശത്രു കാരണം തനിക്ക് ഉറങ്ങാൻ കഴിയില്ല. വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും 7ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ. അതിനാൽ നിർബന്ധമായും ഉമാമഹേശ്വര പൂജ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ദമ്പതികൾ, ധനുരാശിക്കാർ അവരുടെ പേരിൽ ഉമാമഹേശ്വര പൂജ അല്ലെങ്കിൽ ഐക്യമത്യ അർച്ചന ചെയ്യുക. ഈ ഒരു മാസക്കാലം നിർബന്ധമായും ചെയ്യുന്നത് വളരെ ഗുണമാണ്. അപ്രകാരം തന്നെ സൗഹൃദങ്ങളെ വളരെയധികം ശ്രദ്ധിക്കണം. സ്വതവേ ധനുരാശിക്കാർക്ക് അഷ്ടമ വ്യാഴമാണ്, നീചഹ എന്നാണ് ഫലം. ഉചിതമല്ലാത്ത കർമ്മങ്ങളിലേക്ക് എത്തിച്ചാടും, ബുദ്ധിമുട്ടുണ്ടാകും. ഇവിടെ സൂര്യനും ബുധനും ഒന്നിച്ചു നിൽക്കുന്ന എന്നൊരു പ്രത്യേകതയുണ്ട്. അതൊരാശ്വാസമാണ്. ആ കാഠിന്യമുള്ള സൂര്യനെ ബുധൻ്റെ സംയോഗം പ്രായണ കുറച്ചു കാലം ഒരു അനുകൂലമായ സ്ഥിതി സംജാതമാക്കും. പക്ഷേ ബുധൻ ഏത് സമയവും കർക്കിടകത്തിലേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ഇവിടെ ഒരു വിഷയം ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കണം. ഇവിടെ ധനുരാശിക്കാർക്ക് സൂര്യൻ അവരുടെ ഭാഗ്യാധിപനാണ്. ഭാഗ്യാധിപൻ 7ാം ഭാവത്തിൽ വന്നാൽ വിവാഹങ്ങൾ ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലഗ്നാൽ പുത്രകളത്രിപേ ശുഭോതി പ്രാപ്തി അഥവാ ആരോഗ്യതേ ശുഭപതി, ശുഭൻ്റെ പതി ഭാഗ്യാധിപൻ 7ാം ഭാവത്തിൽ വന്നാൽ
ഭാര്യാസുഖമുണ്ടാകും. 5-ാം ഭാവത്തിൽ വന്നാൽ സന്താന സുഖമുണ്ടാകും. അതിനാൽ ഈ സൂര്യൻ വിവാഹ വിഷയത്തിലേക്ക് പലപ്പോഴും ചില തീരുമാനങ്ങളും കാര്യങ്ങളുമൊക്കെ എടുക്കാൻ പ്രാപ്തനാക്കും ധനുരാശിക്കാരെ എന്നറിയുക. പലപ്പോഴും കോടതിയിൽ പോയ കേസുകളൊക്കെ എന്ത് ചെയ്യുന്നു, ഡൈവേഴ്സൊക്കെ കഴിഞ്ഞ് പുനർവിവാഹത്തിനുള്ളൊരു അവസരങ്ങളൊക്കെ ധനുരാശിക്കാർക്ക് അനുകൂലമായി കാണപ്പെടുന്നു. ധർമ്മദൈവ സങ്കേതങ്ങളിൽ വഴിപാടുകൾ ചെയ്യുക. ഭാഗ്യാധിപനാണ്. അവിടെ വിളക്കിലേക്ക് എണ്ണ, മാല, തിരിയൊക്കെ സമർപ്പിക്കുക. അവിവാഹിതരായവർ തങ്ങളുടെ പേരിൽ ശിവ പാർവതി ക്ഷേത്രത്തിൽ സ്വയംവര അർച്ചന ചെയ്യുന്നത് വളരെ ഗുണമാണ്. വളരെ അനുകൂലമായി ഈ സൂര്യൻ റെസ്പോണ്ട് ചെയ്യും. ധനുരാശിക്കാർക്കൊരു സംശയവുമില്ല. നന്ദി, നമസ്തേ.